കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വറുത്തരച്ച സാമ്പാറിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ വീഡിയോ ആണ്. വറുത്തരച്ച സാമ്പാറാന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അരയ്ക്കുന്നതിൻ്റെ അരപ്പിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കറി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തരച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇറച്ചിയായാലും മീനായാലും ഇപ്പം ബീഫായാലും എന്തായാലും മസാലക്കറികളായാലും മസാലക്കറികളായാലും എന്തായാലും നമുക്ക് ഈ ഒരൊറ്റ അരപ്പിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു വറുത്തരപ്പുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് കളിക്കുന്നതിന് മുന്നേ എൽഎസ് ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ടും ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് വരാം. അടിയട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനോടെ ഉള്ളതാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടാണെങ്കിൽ നമുക്ക് വറുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സാമ്പാറിനും കടലയ്ക്കും ഇറച്ചിക്കറിക്കും നമ്മൾ വേറെന്ത് സാധനം വറുത്തരച്ച് വെക്കാനാണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ച് വറുത്തെടുത്തിട്ട് വരാം. ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം ഓയിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഒരു തുള്ളി പോലും വെള്ളമാകരുത് കേട്ടോ. നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടിയിട്ട് മാത്രം 1 തേങ്ങയിൽ വറുത്ത് കാണിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ 1-2 തേങ്ങ വറുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് അരച്ച് കഴിയുമ്പോൾ കിട്ടുന്നത്. ഞാൻ തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അത് എണ്ണയാണ് കേട്ടോ, തേങ്ങയിലുള്ള എണ്ണയും നമ്മൾ പിന്നെ വറുക്കാനായിട്ട് എടുത്ത എണ്ണയും കൂടിയാണ്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെടുക്കുമ്പോൾ സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് നല്ലോണം ഉറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റീൽ പാത്രത്തിൽ എടുക്കുമ്പോൾ ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 1 മാസത്തോളം കേടുകൂടാണ്ടിരിക്കും. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഇറച്ചിയൊക്കെ കറി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വറുത്തരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ് ചേർക്കുക. അതിനുശേഷം ഇറച്ചിയുടെ മസാലകളെല്ലാം കൂടി വേറൊരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിങ്ങനെ 10 മിനിറ്റിനുള്ളിൽ വറുത്തരച്ച സാമ്പാർ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന കേട്ടോ. അപ്പം കുറച്ച് പരിപ്പ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1 ചെറിയ വെള്ളരിക്കേൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എരിവൊന്നും ഒരുപാട് ആവശ്യമില്ലല്ലോ സാമ്പാറിന്.
ഇനി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളി മുരിങ്ങയ്ക്കയും നമ്മൾ കുക്കറിൽ ഇറക്കി വെക്കാൻ പാകത്തിനുള്ളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒറ്റൊരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഒറ്റൊരു വിസിലേ അടുപ്പിക്കാവുള്ളൂ. ഒരു വിസിലടിച്ച് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ. അത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാം. ഇന്നലെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് എടുത്ത് വയ്ക്കാം, നല്ല കട്ടയായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. സാമ്പാർ പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇതിലിട്ടാണ് സാമ്പാർ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വാളൻ പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റ വിസിലേ വന്നിട്ടുള്ളൂ, അതിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പണിയൊക്കെ കുറച്ചൊരു ഈസി ആയി കിട്ടും. കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീരും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ അരപ്പ് നല്ല കട്ടയായിട്ടുണ്ട്. ഫ്രീസറിലൊന്നുമല്ല വെച്ച്, താഴെ തന്നെയാണ് വെച്ചത്. പക്ഷേ അതിൽ നല്ലതായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് കട്ടായി പോയതാണ് കേട്ടോ. കുറച്ച് ചൂടുവെള്ളത്തിൽ ബോട്ടിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അത് മെൽറ്റായിട്ട് വരും കേട്ടോ. ഇത് കുറച്ചേ കറിയുള്ളൂ, അപ്പോൾ ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ വേണ്ടൂ. അധികമായി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു കുത്തൽ തോന്നും. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് കുറുകിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആക്കുക. പിന്നെ ഇതിൽ കായപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർ കായപ്പൊടി ചേർക്കുക. സാമ്പാർ പൊടിയിൽ കായപ്പൊടി ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒന്നും കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും, ഒരു ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. സിമ്പിളല്ലേ? പിന്നെ നമ്മൾ ആ അരപ്പ് നല്ല മൂടിയുള്ള സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലെടുത്ത് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ചില്ലൂപ്പിൽ വെക്കരുത്. ഞാനിപ്പോൾ അങ്ങനെ കാണിച്ചതന്നേ ഉള്ളൂ. ചില്ലൂപ്പിൽ വെച്ചാൽ അത് കട്ടയായി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, കുപ്പിയല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കറി വയ്ക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ബൈ.